കരുണാലയം. വൃദ്ധസദനത്തിന്റെ തണുത്ത ഇരുമ്പഴിയിൽ പിടിച്ചുകൊണ്ട് സരോജിനി അമ്മ പുറത്തേക്ക് നോക്കി നിന്നു. കാലം തുരുമ്പെടുപ്പിച്ച ആ ഗേറ്റിനപ്പുറം ജീവിതം അതിന്റെ എല്ലാ തിരക്കകളോടും കൂടി മുന്നോട്ടൊഴുകിപ്പോകുന്നു. 70ന്റെ പടിവാതിലിൽ ഓർമ്മകൾക്ക് തെളിച്ചം കൂടി വരുമെന്ന് അവർക്ക് തോന്നി. ഓരോ വാഹനത്തിന്റെ ഇരമ്പലും ഗേറ്റിനെ സമീപിക്കുമ്പോൾ അവരുടെ വരണ്ട ഹൃദയമൊന്നു പിടയും. അത് തന്റെ മക്കളാണോ? രാജനോ, ഗോപിയോ, സുരേഷോ, വിനുവോ? പ്രതീക്ഷയുടെ ഒരു നേർത്ത വെളിച്ചം ആ കണ്ണുകളിൽ മിന്നിമറയും. 1 വർഷം മുൻപത്തെ ആ ദിവസം ഇന്നലെയെന്നുപോലെ അവർ ഓർത്തു. 4 പേരും ചേർന്ന് ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. അപ്പോൾ അവരുടെ മുഖത്ത് എത്രമാത്രം സ്നേഹം അഭിനയിച്ചിരുന്നു. അമ്മയ്ക്ക് നല്ല വിശ്രമം വേണം, ക്ഷീണമൊക്കെ മാറട്ടെ. ഇവിടെയാകുമ്പോൾ ഡോക്ടർമാരുണ്ട്, സിസ്റ്റർമാരുണ്ട്, എല്ലാ സൗകര്യവുമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടെ വന്നു കാണാം. 1 മാസത്തിനകം തിരികെ കൊണ്ടുപോകാം. ഇളയവൻ വിനു പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഒരു പ്രതിധ്വനി പോലെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ വാക്കുകളിലെ കപടത തിരിച്ചറിയാൻ സ്വന്തം മക്കളോടുള്ള സ്നേഹം അവരെ അനുവദിച്ചില്ല. സരോജിനി അമ്മ ഇന്നും കാത്തിരിപ്പിലാണോ? പുറകിൽ നിന്ന് സിസ്റ്റർ ആൻസിയുടെ മൃദുലമായ ശബ്ദം കേട്ടു. ആ ശബ്ദത്തിലെ സഹതാപം അവരെ കൂടുതൽ തളർത്തി. അവർ പതിയെ തിരിഞ്ഞു നോക്കി. അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സിസ്റ്ററെ. നേർത്ത സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞു. രാജന് ദുബായിലെ തിരക്കായിരിക്കും. ഗോപിക്ക് പുതിയ കട തുടങ്ങിയില്ലേ? വിനുവാണെങ്കിൽ രാഷ്ട്രീയമല്ലേ, 1 നിമിഷം അടങ്ങിയിരിക്കാൻ കിട്ടില്ല. സുരേഷിന് ബാങ്കിലെ കാര്യം പറയുകയും വേണ്ട. ഓരോ മകന്റെയും തിരക്കുകൾക്ക് അവർ തന്നെ ന്യായങ്ങൾ കണ്ടെത്തി. സിസ്റ്റർ ആൻസി ഒന്നും മിണ്ടിയില്ല. കഴിഞ്ഞ 20 വർഷമായി അവർ ഇതുപോലുള്ള എത്ര കാത്തിരിപ്പുകൾ കാണുന്നു. ഒടുവിൽ പ്രതീക്ഷകൾ കണ്ണീരായി പെയ്തൊഴിയും. പിന്നെ ഓർമ്മകൾ നഷ്ടപ്പെടും. അങ്ങനെ ശൂന്യമായ കണ്ണുകളുമായി ഇരിക്കുന്നവരെയും അവർ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ചൂടോടെ ഒരു ചായ എടുക്കട്ടെ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. വേണ്ട സിസ്റ്ററെ, ഒരു നേർത്ത പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ടവർ പറഞ്ഞു. അവരിപ്പോൾ വരും. വന്നാൽ എല്ലാവർക്കും ഒരുമിച്ച് വീട്ടിൽ പോയി ചായ കുടിക്കാമല്ലോ. കിഴക്കേപുരത്തെ ചായ്പിലിരുന്ന് സരോജിനി അമ്മ വീണ്ടും ഗേറ്റിലേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ 1 വർഷമായി കെടാതെ നിന്ന പ്രതീക്ഷയുടെ നാളമുണ്ടായിരുന്നു. സന്ധ്യാസമയത്തെ കാട്ടിൽ വിറയ്ക്കുന്ന ഒരു മൺജിരാത് പോലെ അത് ചെറുതായി വിറച്ചു. ഓർമ്മകൾക്ക് ചിറകുമുളച്ചാൽ പിന്നെ അവയെ തടുക്കാൻ ആർക്കുമാവില്ല. കരുണാലയത്തിലെ മരവിച്ച യാഥാർത്ഥ്യത്തിൽ നിന്നും സരോജിനി അമ്മയുടെ മനസ്സ് പാലക്കാട്ടെ കിഴക്കേപുരത്തെ തറവാടിന്റെ പ്രതാപകാലത്തേക്ക് പറന്നു. പച്ചപ്പട്ടുവിരിച്ച നെൽവയലുകൾക്ക് നടുവിൽ ഒരു മഹാരാജാവിനെ പോലെ തലയുയർത്തി നിന്നിരുന്ന 8 കെട്ടായിരുന്നു അത്. അതിന്റെ നടുമുറ്റത്ത് ഒരു തുളസിത്തറയും തെക്കേപുറത്ത് വലിയൊരു കുളവുമുണ്ടായിരുന്നു. അതൊരു ലോകമായിരുന്നു. ഭർത്താവ് മാധവമേനോൻ അപ്രതീക്ഷിതമായി വിടവാങ്ങി. അപ്പോൾ അവർ തകർന്നുപോയിരുന്നു. എങ്കിലും 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ അവർ സ്വയം കരുത്താർജിച്ചു. ഓരോ നെൽമണിയും റബ്ബർ ഷീറ്റും അവരുടെ വിയർപ്പും കണ്ണീരുമായിരുന്നു. മൂത്തവൻ രാജന് പുസ്തകങ്ങളായിരുന്നു ലോകം. അവന്റെ പുസ്തകങ്ങൾക്കും ട്യൂഷനും വേണ്ടി അവർ രാത്രിയും പകലും അധ്വാനിച്ചു. 10ാം ക്ലാസ്സിൽ അവൻ ഒന്നാമനായപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ അഭിമാനം കൊണ്ട് നിറഞ്ഞു. രണ്ടാമൻ ഗോപിക്ക് കച്ചവടമായിരുന്നു ഹാരം. അവനൊരു പലചരക്ക് കട തുടങ്ങാൻ പണം ആവശ്യമായിരുന്നു. ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചുവെച്ച മോതിരം വിറ്റാണ് അവർ ആ പണം നൽകിയത്. മൂന്നാമൻ സുരേഷിന് ബാങ്ക് ജോലി കിട്ടിയപ്പോൾ നാട്ടുകാർക്കെല്ലാം പായസം വച്ചു വിളമ്പി. ഇളയവൻ വിനുവിന് രാഷ്ട്രീയമായിരുന്നു താൽപ്പര്യം. അവന്റെ ആദ്യത്തെ ഇലക്ഷൻ പ്രചാരണത്തിന് നോട്ടീസ് അടിക്കാൻ പണമില്ലാതെ വന്നു. അപ്പോൾ അവർ തന്റെ കാതിലെ അവസാനത്തെ തരി പൊന്നും ഊരിക്കൊടുത്തു. മക്കളുടെ ഓരോ വിജയവും അവരുടേതായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ അവർ സ്വയം മറന്നു ജീവിച്ചു. കിഴക്കേപുരത്തെ മാവിൻ ചുവട്ടിൽ അവർ 4 പേരും ഓടിക്കളിക്കുമ്പോൾ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു ആ അമ്മയ്ക്ക്. കിഴക്കേപുരത്തെ ഓർമ്മകളിൽ ഒഴിവാക്കാനാവാത്ത 2 മുഖങ്ങളുണ്ടായിരുന്നു. വേലക്കാരിയായിരുന്ന ലക്ഷ്മിയുടെയും അവരുടെ മകൻ മാധവന്റെയും. വിധവയായ ലക്ഷ്മിക്ക് തറവാട്ടിൽ ജോലിയും താമസിക്കാൻ വടക്കേപുരത്തെ ചെറിയൊരു മുറിയും കൊടുത്തത് സരോജിനി അമ്മയായിരുന്നു. ലക്ഷ്മിയുടെ മകൻ മാധവൻ മിടുക്കനായിരുന്നു. സർക്കാർ സ്കൂളിലെ പരിമിതികൾക്കിടയിലും അവൻ ഒന്നാമനായി പഠിച്ചു. അവന്റെ പുസ്തകത്തിലെ കീറിയ താളുകൾ കണ്ട ഒരു ദിവസം സരോജിനി അമ്മ അവനെ അരികിൽ വിളിച്ചു. എന്നിട്ട് പുതിയ പുസ്തകങ്ങൾ വാങ്ങി നൽകി. പഠിച്ചു വലിയ ആളാവണം, നിന്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ മാറ്റണം എന്ന് എപ്പോഴും അവനോട് പറയുമായിരുന്നു. ഒരു മഴക്കാലത്ത് മാധവന് കടുത്ത പനി വന്നു. അത് കണ്ട് ലക്ഷ്മി പരിഭ്രാന്തിയായി. അന്ന് രാത്രി മുഴുവൻ സരോജിനിയമ്മ അവൻ അരികിലിരുന്നു. അവന്റെ നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ടു. ചുക്കുകാപ്പി ഉണ്ടാക്കിക്കൊടുത്തു. സ്വന്തം മക്കളെപ്പോലെ തന്നെ അവനെയും അവർ കണ്ടു. കഞ്ഞി കുടിക്കുമ്പോൾ സ്വന്തം മക്കൾക്കൊപ്പം അവനെയും അവർ ഒപ്പമിരുത്തി. തമ്പുരാട്ടി, അവനവിടെ ഇരുന്നോട്ടെ എന്ന് ലക്ഷ്മി പറയും. അപ്പോൾ ലക്ഷ്മി, കുട്ടികൾക്കിടയിൽ വേർതിരിവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ ആ അമ്മയെയും ചേർത്തു പിടിച്ചു. മാധവൻ എന്ന കുട്ടിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കിഴക്കേപുരത്തെ തമ്പുരാട്ടിയായിരുന്നു. കാലം അതിവേഗം കടന്നുപോയി. മക്കൾ വളർന്നു വലുതായി. അവരുടെ ജീവിതം തിരക്കേറിയതായി. അമ്മ പതിയെ അവരുടെ ലോകത്തിന് പുറത്തായി തുടങ്ങി. ഒരു ദിവസം
നാലുപേരും ഒരുമിച്ചു വന്ന് അമ്മയുടെ ചുറ്റുമിരുന്നു. അമ്മയുടെ പേരിലുള്ള ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേരിൽ എഴുതിവച്ചാൽ ചില ആവശ്യങ്ങളുണ്ട്. രാജന് ദുബായിൽ ഒരു ഫ്ളാറ്റ് വാങ്ങണം. ഗോപിക്ക് ബിസിനസ് വികസിപ്പിക്കാൻ ലോൺ എടുക്കണം. അമ്മയ്ക്കതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ. അവരുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ സരോജിനി അമ്മയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. രജിസ്ട്രാർ ഓഫീസിലെ കസേരയിലിരുന്ന് ഒപ്പിടുമ്പോൾ അവരുടെ കൈകൾ വിറച്ചിരുന്നു. തന്റെ ഭർത്താവിന്റെ വിയർപ്പും തന്റെ ജീവിതവും അലിഞ്ഞുചേർന്ന മണ്ണാണ് താൻ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുന്നത്. പക്ഷേ അത് സ്വന്തം മക്കളുടെ പേരിലേക്കാണല്ലോ. അങ്ങനെ ഓർത്തപ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. തന്റെ മക്കൾ ഇനിയും ഉയരങ്ങളിലെത്തുമല്ലോ. ഒപ്പിട്ട ശേഷം അവർ നാലുപേരുടെയും മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ സ്നേഹമായിരുന്നില്ല, അതിരുകളില്ലാത്ത ആർത്തിയായിരുന്നു. പക്ഷേ അത് തിരിച്ചറിയാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. സ്വത്തുക്കൾ കൈക്കലാക്കിയതോടെ മക്കളുടെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു. ഫോൺ വിളികൾ കുറഞ്ഞു, വരവുകൾ നിലച്ചു. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അമ്മ അവർക്കൊരു ഭാരമായി. അവസാനം ആ ദിവസം വന്നെത്തി. നാലുപേരും വില കൂടിയ കാറിൽ ഒരുമിച്ചു വീട്ടിലേക്ക് വന്നു. അമ്മയ്ക്ക് തീരെ വയ്യാതായി വരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല. നല്ല ചികിത്സയും വിശ്രമവും കിട്ടുന്ന ഒരിടമുണ്ട്. എനിക്കെന്തിനാ മക്കളെ ചികിത്സ? എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ. അവർ എതിർക്കാൻ ശ്രമിച്ചു. അത് അമ്മയ്ക്ക് തോന്നുന്നതാ. ഞങ്ങൾ അമ്മയുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. ഇതൊരു താൽക്കാലിക ക്രമീകരണമാണ്, അവർ ആവർത്തിച്ചു. അവർ തന്നെ കാറിൽ കയറ്റി. യാത്രയുടനീളം ആരും ഒന്നും സംസാരിച്ചില്ല. ഒടുവിൽ കാർ ചെന്നു നിന്നത് കരുണാലയം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ ഗേറ്റിനു മുന്നിലായിരുന്നു. അതൊരു വൃദ്ധസദനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ നെഞ്ച് തകർന്നു. മക്കളെ എന്ന് വിതുമ്പി കരഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ അവർ നാലുപേരും മുഖം തിരിച്ചു. ഞങ്ങൾ ഉടനെ വരാം എന്ന പൊള്ളയായ വാക്ക് നൽകി അവർ തിരിഞ്ഞു നടന്നു. ആ കാർ ഗേറ്റ് കടന്നു പോകുന്നത് അടഞ്ഞ ഗേറ്റിന്റെ വിടവിലൂടെ അവർ നിസ്സഹായിയായി നോക്കി നിന്നു. സരോജിനിയമ്മ കരുണാലയത്തിലെ മരവിച്ച ദിനരാത്രങ്ങൾ തള്ളി നീക്കുമ്പോൾ മക്കൾ നാലുപേരും അവരവരുടെ ലോകത്ത് തിരക്കിലായിരുന്നു. ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് സമീപമുള്ള ഫ്ളാറ്റിലിരുന്ന് രാജൻ ഭാര്യയോട് പറഞ്ഞു, അമ്മയവിടെ സുരക്ഷിതയാണ്, നമുക്കിവിടെ സമാധാനമായി ജീവിക്കാമല്ലോ. നാട്ടിൽ ഗോപിയുടെ പുതിയ ടെക്സ്റ്റൈൽ ഷോറൂം മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. പത്രക്കാർക്ക് മുന്നിൽ അവൻ കുടുംബമഹിമയെക്കുറിച്ച് വാചാലനായി. എന്നാൽ ആ മഹിമയ്ക്ക് കാരണക്കാരിയായ അമ്മയെ അവൻ സൗകര്യപൂർവ്വം മറന്നു. ബാങ്ക് മാനേജറായിരുന്ന സുരേഷ് അവൻ മകന്റെ പിറന്നാളിന് 10,000 ചിലവഴിച്ചു. അപ്പോഴും അമ്മയെ വിളിക്കാൻ മറന്നുപോയിരുന്നു. രാഷ്ട്രീയക്കാരനായ വിനു ആകട്ടെ പൊതുവേദികളിൽ വൃദ്ധജന സംരക്ഷണത്തെക്കുറിച്ച് പ്രസംഗിച്ച് കയ്യടി നേടുകയായിരുന്നു. അവൻ പ്രസംഗിച്ചു, അമ്മമാരുടെ കണ്ണീർ വീഴുന്ന ഒരു നാടും ഗുണം പിടിക്കില്ല. എന്നാൽ സ്വന്തം അമ്മയുടെ കണ്ണീരിനെക്കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല. കരുണാലയത്തിൽ ഓണവും വിഷുവുമെല്ലാം വന്നുപോയി. ഓരോ ആഘോഷ ദിവസവും സരോജിനി അമ്മയുടെ പ്രതീക്ഷകൾ വാനോളമുയരും. ഓണത്തിന് അവരെത്തും, സദ്യയുണ്ണാൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവർ സഹ അന്തേവാസികളോട് പറയും. പുതിയ കൂടിത്തുണികൾ അണിഞ്ഞു മറ്റുള്ളവരുടെ മക്കളും ബന്ധുക്കളും വരുമ്പോൾ സരോജിനി അമ്മ ഗേറ്റിലേക്ക് നോക്കിയിരിക്കും. ഓരോ ഫോൺ ബെല്ലടിക്കുമ്പോഴും അത് തനിക്കുള്ള വിളിയായിരിക്കുമെന്ന് കരുതും. എന്നാൽ വിളികൾ വന്നില്ല, അവരും വന്നില്ല. ഓണസദ്യയുടെ ഇലയ്ക്ക് മുന്നിലിരുന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഓരോ നിരാശയും അവരുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. രാത്രികളിൽ ഉറക്കമില്ലാതെ അവർ പഴയകാലം ഓർത്തുകിടന്നു. സരോജിനി അമ്മ കരുണാലയത്തിൽ വന്നിട്ട് 1 വർഷം തികയുന്ന ദിവസമായിരുന്നു അന്ന്. രാവിലെ കുളിച്ച് അവർ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും നല്ല കസവുസാരി ഉടുത്ത് അവർ തയ്യാറായി. ഇന്ന് അവരെത്തും സിസ്റ്ററെ, എനിക്കുറപ്പുണ്ട്. 1 വർഷമായില്ലേ, എന്നെ കൊണ്ടുപോകാൻ വരും, അവർ സിസ്റ്റർ ആൻസിയോട് പറഞ്ഞു. രാവിലെ മുതൽ അവർ ഗേറ്റിനരികിലെ കസേരയിൽ വന്നിരുന്നു. സമയമിഴഞ്ഞു നീങ്ങി. ഉച്ച കഴിഞ്ഞു. വൈകുന്നേരമായി. ഗേറ്റിനു പുറത്ത് ഇരുൾ വീണു തുടങ്ങി. കരുണാലയത്തിലെ പ്രാർത്ഥനാമണി മുഴങ്ങി. എന്നിട്ടും ആരും വന്നില്ല. സന്ധ്യയുടെ നിശബ്ദതയിൽ അവരുടെ അവസാന പ്രതീക്ഷയും ഒരു മെഴുകുതിരിനാളം പോലെ എരിഞ്ഞടങ്ങി. കണ്ണുകളിൽ നിന്നടർന്നു വീണ കണ്ണുനീർത്തുള്ളി അവരുടെ ചുണ്ടുകളിൽ ഉപ്പുരസം പടർത്തി. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു സായം സന്ധ്യയിൽ അപ്രതീക്ഷിതമായി ഒരു കാർ കരുണാലയത്തിന്റെ ഗേറ്റ് കടന്നുവന്നു. അതൊരു വില കൂടിയ കാർ ആയിരുന്നില്ല. ഒരു സർക്കാർ ബോർഡ് വെച്ച പഴയ അംബാസിഡർ കാറായിരുന്നു. സരോജിനി അമ്മയുടെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. കാറിൽ നിന്നിറങ്ങിയയാളെ കണ്ട് അവർക്ക് വിശ്വസിക്കാനായില്ല. 30 വയസ്സു പ്രായം തോന്നിക്കുന്ന മനോഹരമായ മുഖമുള്ള ഖദർ ഷർട്ട് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. അതു മാധവനായിരുന്നു. ലക്ഷ്മിയുടെ മകൻ മാധവൻ. പഠിച്ച് പരീക്ഷ എഴുതി ഇന്ന് തഹസീൽദാറായി ജോലി ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടിവന്ന അവൻ പഴയ തറവാട്ടിലെ തമ്പുരാട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ്
അവർ വൃദ്ധസദനത്തിലാണെന്ന ഞെട്ടിക്കുന്ന സത്യമറിഞ്ഞത്. മാധവൻ വേഗത്തിൽ നടന്ന് സരോജിനി അമ്മയുടെ അരികിലെത്തി. ഒന്നും മിണ്ടാതെ അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇടറിയ സ്വരത്തിൽ അവൻ ചോദിച്ചു. എന്റെ ചെറിയൊരു വീടുണ്ട്. അവിടെ എനിക്കൊരിടമുണ്ടെങ്കിൽ അമ്മയ്ക്കും ഒരിടമുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം അമ്മയെ. എന്റെ കൂടെ വരണം. അവിശ്വസനീയതയോടെ അവൻ അവനെ നോക്കി. സ്വന്തം മക്കൾ ഉപേക്ഷിച്ചിടത്ത് ഒരു വേലക്കാരിയുടെ മകൻ തന്നെ തേടി വന്നിരിക്കുന്നു. എന്റെ അമ്മ മരിക്കുന്നതിനു മുൻപ് എന്നോടൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മാധവൻ തുടർന്നു. നമ്മളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച തമ്പുഴാട്ടിയുടെ സ്നേഹം ഒരിക്കലും മറക്കരുത്. അമ്മയെ ഈ അവസ്ഥയിൽ ഇവിടെ ഇട്ടിട്ട് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. ജന്മം നൽകിയ മക്കൾ ഉപേക്ഷിച്ചപ്പോൾ താൻ സ്നേഹം മാത്രം നൽകിയ മറ്റൊരാളുടെ മകൻ തന്നെ തേടി വന്നു. ഈ യാഥാർത്ഥ്യം സരോജിനി അമ്മയുടെ മനസ്സിനെ പിടിച്ചുലച്ചു. അവരുടെ വരണ്ട കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ ഇത്തവണ അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. 1 വർഷത്തെ കാത്തിരിപ്പിന് ഫലമുണ്ടായിരിക്കുന്നു. സ്നേഹം അത് ഏതു രൂപത്തിലായാലും തന്നെ തേടി വന്നിരിക്കുന്നു. അവർ വിറയ്ക്കുന്ന കൈകളാൽ അവന്റെ കവിളിൽ തലോടി. മോനെ എന്നു മാത്രം അവർക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. മാധവന്റെ കൈയിൽ മുറുകെ പിടിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ അവർ ആശ്വാസത്തിന്റെ ഒരു ദീർഘനിശ്വാസം എടുത്തു. കാലങ്ങളായി അനുഭവിച്ച വേദനകളും നിരാശകളും ആ ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതായി. അവരുടെ മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിയോടെ അവർ അവസാന ശ്വാസം വലിച്ചു. മരണവാർത്തയറിഞ്ഞ് 4 മക്കളും ഓടിയെത്തി. അവർ കണ്ണീരണിഞ്ഞു, ദുഃഖം അഭിനയിച്ചു. എല്ലാറ്റിനും സാക്ഷിയായി മാധവൻ നിർവികാരനായി ഒരു വശത്തു മാറി നിന്നു. അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവകാശവാദമുന്നയിച്ച മക്കളെ അവൻ തടഞ്ഞില്ല. ദിവസങ്ങൾക്ക് ശേഷം അടഞ്ഞുകിടക്കുന്ന കിഴക്കേപ്പുരത്ത് തറവാടിനു മുന്നിൽ മാധവൻ ഒരിക്കൽ കൂടി വന്നു നിന്നു. ആ പ്രതാപകാലം എന്നോ അവസാനിച്ചിരുന്നു. തറവാടിന്റെ പൂമുഖത്ത് തൂക്കിയിട്ടിരുന്ന കാലം തെളിയിക്കുന്ന വലിയ ഘടികാരത്തിലെ സൂചികൾ എന്നോ നിലച്ചുപോയിരുന്നു. സ്നേഹബന്ധങ്ങൾ നിലച്ചുപോയ ഒരു വീടിന് കാലമടയാളപ്പെടുത്തുന്നതിൽ എന്താർത്ഥമാണുള്ളത്? ആ നിലച്ച ഘടികാരം പോലെ കിഴക്കേപ്പുരത്തെ ആത്മാവും എന്നേക്കുമായി നിശ്ചലമായിരുന്നു.